തൃശൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് SC/ST കോടതി. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ പിതാവും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മാലമോഷണം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തതിന്റെ അപമാനത്താലാണ് വിനായകൻ ജീവനൊടുക്കിയത്. ജെയ്സൺ ചാവോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാവോളപ്പിൽ, SC/ST കോടതിയുടെ ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത്? സുജയ അവരുടെ പിതാവ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റൂമിൽ ചെന്നിട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആയി എല്ലാം വർത്താനൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ SI പറഞ്ഞു ബൈക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ഈ സായിന്ന് തന്നെ പോലീസുകാരൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇപ്പോൾ ബൈക്ക് കൊണ്ടുപോകണ്ട, നീ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വിനായനായിട്ട് വന്നിട്ട് കൊണ്ടുവന്നു. പിന്നെ അത് മാത്രമല്ല, അപ്പുറത്ത് ഈ പാവർട്ടി സ്റ്റേഷനിൽ എന്നൊരു മുടിവെട്ട് കടയുണ്ട്. അവിടെ പോയിട്ട് ഇയാൾ ഈ സാധനം തന്നെ പോലീസുകാരൻ തന്നെ ചൂണ്ടിക്കാട്ടി തരാം. അവിടെ മുടിവെട്ട് കടയുണ്ട്, അവിടെ പോയിട്ട് മുടി വെട്ടിയിട്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ സുജയ, ഇന്നാണ് SC/ST കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. പ്രേരണ കുറ്റം ചുമത്തണമെന്നതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പിതാവിനോട് തന്നെ ചോദിക്കുക, എന്താണ് കോടതിയുടെ പുതിയ ഉത്തരവ്? എന്താണ് കോടതി ഉത്തരവ്? ഇന്ന് എൻ്റെ മോനെ കേസ് ഇങ്ങനെ നടക്കണമല്ലോ, പക്ഷേ ഇവരെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥന്മാരും അവർക്ക് അനുകൂലമായിട്ട്, പോലീസുകാർക്ക് അനുകൂലമായിട്ടാണ് അന്വേഷിച്ചത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഉല്ലാസം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചത് ലാസ്റ്റ് അങ്ങനെ തന്നെയാണ്. പക്ഷെ കോടതി അത് 306 ഇട്ട് പേരനാകുറ്റാക്കി. ശരി, നിങ്ങൾക്ക് നീതി കിട്ടിയെന്നോ? നീതി കിട്ടിയെന്നുള്ളൊരു ആത്മവിശ്വാസം. 2017 നടന്ന സംഭവമാണ്. അതിൽ വർഷം വേണ്ടി വന്നു. എത്ര വർഷം വേണ്ടി വന്നു എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ കേസിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കുറച്ച് കാലം ഇപ്പോൾ നമ്മൾ ഈ പൂരം കൊണ്ടുപോകണ പോലെ കുറച്ച് എൻ്റെ വീട്ടിലും പണ്ട് അങ്ങനെ തന്നെയായി. കുറേ ആൾക്കാർ വിനായി മരിച്ചപ്പോൾ കുറേ ആൾക്കാർ വന്നു. ലാസ്റ്റ് ഞാനും എൻ്റെ കുടുംബവും ഒറ്റപ്പെട്ടു. പിന്നെ ദളിത് സംഘടനയിലെ ആൾക്കാർ വന്നിട്ട് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ എവിടെ പോകണമെങ്കിലും എന്ത് പോകണമെങ്കിലും എന്നെ കൊണ്ടുപോകും. എല്ലാവിധ എൻ്റെ ഒരു 10 പൈസ ഇന്നത്തെ ഒരു ചിലവായില്ല, എല്ലാം ഇവരാണ് എടുക്കുന്നത്. ചായ പോലും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കുടിക്കേണ്ട വന്നില്ല. എല്ലാവരും ഈ ദളിത് സംഘടന ആൾക്കാർ എനിക്ക് മേടിച്ചു തന്നു. ഇനി അവസാനം വരെ പോരാട്ടം. സുജയ അതാണ് പറയുന്നത്. പ്രധാനമായും കഴിഞ്ഞ 2017 നടന്ന സംഭവമാണ്. അതിനുശേഷം ഏകദേശം 7 വർഷത്തോളം എടുത്തു ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ഒരു ധാരണയിലേക്ക് കാര്യങ്ങളെത്താൻ. പ്രേരണാകുറ്റം ചുമത്തണമെന്നതാണ് പ്രധാനമായും കോടതിയുടെ ഇപ്പോൾ നിർദ്ദേശം. SC/ST കോടതിയാണ് സംബന്ധിച്ച ഉത്തരവിട്ടിരിക്കുന്നത്. സുജയ.